ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 ഒരു പോമാണ്. ദ എയ്റോപ്ലെയിൻ എന്ന പോമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ. ഹാവ് യു എവർ ട്രാവൽഡ് ഓൺ ആൻ എയ്റോപ്ലെയിൻ? ഡു യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ആൻ എയ്റോപ്ലെയിൻ ആൻഡ് എ ബേർഡ്? ലെറ്റ് us റീഡ് ദ പോം. അപ്പോൾ എന്താണ് ഹാവ് യു എവർ ട്രാവൽഡ് ഓൺ ആൻ എയ്റോപ്ലെയിൻ? നിങ്ങൾ എയ്റോപ്ലെയിനിൽ ഇതിനു മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ചിലവർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. ഡു യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ആൻ എയ്റോപ്ലെയിൻ ആൻഡ് എ ബേർഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ബേർഡും എയ്റോപ്ലെയിൻ തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി, എന്തെങ്കിലും ഒരു സാമ്യം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കും അത്? എയ്റോപ്ലെയിൻ എന്താണ്, ഉയരത്തിൽ പറക്കാം. അതുപോലെ തന്നെ ബേർഡിനും ഉയരത്തിൽ പറക്കാം അല്ലേ. പിന്നെ വിങ്സ് ഉണ്ട്, ബേർഡ്സിന് വിങ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ പോമിൽ സിമിലാരിറ്റീസ് ഒക്കെ പറയുന്നുണ്ടാകും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ let us read the poem. The aeroplane. Look at the aeroplane up in the sky. Seems like a giant lark soaring on high. See on its outspread wing flashes the light. There sits the pilot brave, guiding its flight. Hark, what a whirring song comes from its throat. Purr, purr, purr of the engine, its only note. Now high and higher, yet upward it goes, till but a tiny speck gainst heaven it shows. Oh, here it is again, big as before, gracefully gliding down to earth once more. അപ്പോൾ എന്താണ് ഈ എയ്റോപ്ലെയിൻ എന്ന പോമിൽ പറയുന്നത്? ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ അപ്പ് ഇൻ ദ സ്കൈ സീംസ് ലൈക്ക് എ ജയൻറ്റ് ലാർക്ക് സോറിങ് ഓൺ ഹൈ. എന്താണ് ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ? നോക്കൂ, എയ്റോപ്ലെയിൻ നോക്കൂ. അപ്പ് ഇൻ ദ സ്കൈ, പറക്കുന്ന വിമാനം നോക്കൂ. അല്ലെങ്കിൽ എന്താ, ലുക്ക് അറ്റ് ദ എയ്റോപ്ലെയിൻ നോക്കൂ. ആകാശത്തോടി ഉയരത്തിൽ പറക്കുന്ന വിമാനം നോക്കൂ. സീംസ് ലൈക്ക് എ ജയൻറ്റ് ലാർക്ക് സോറിങ് ഓൺ ഹൈ. ലാർക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബേർഡാണ് കേട്ടോ. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ലാർക്ക്. അതേപോലെ ഒരു പക്ഷിയാണത് ലാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ജയൻറ്റ് ലാർക്ക് എന്ന് പറഞ്ഞാൽ ഭീമൻ ലാർക്കിനെ പോലെ എന്താണ് അതിനെ കാണപ്പെടുന്നു. സോറിങ് ഓൺ ഹൈ, ഉയരത്തിൽ പറക്കുന്ന ഒരു ഭീമൻ ലാർക്കിനെ പോലെ കാണപ്പെടുന്നു. എന്ത്? എയ്റോപ്ലെയിൻ. See, on its outspread wing flashes the light. There sits the pilot brave, guiding its flight. See, കാണൂ. On its outspread wing എന്താണ്, അതിൻ്റെ വിടർന്ന ചിറകിൽ ഫ്ലാഷസ് ദ ലൈറ്റ് പ്രകാശം മിന്നിമറയുന്നത് കാണൂ. There sits the pilot brave. അവിടെയാണ് ആരിയിരിക്കുന്നത്? ബ്രേവ് പൈലറ്റ്, ധീരനായ അല്ലെങ്കിൽ ബുദ്ധിമാനായ പൈലറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. ഗൈഡിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്, അത് എന്താണ്, വിമാനം ഗൈഡ് ചെയ്യണത് അല്ലെങ്കിൽ വിമാനം മാനേജ് ചെയ്യുന്ന ആരാണ്? പൈലറ്റാണ്. അപ്പോൾ പൈലറ്റ് ഇരിക്കുന്നത് നോക്കൂ. അതിൻ്റെ വിടർന്ന ചിറകിൽ വെളിച്ചം മിന്നിമറയുന്നത് നോക്കൂ. അവിടെയാണ് ആരിയിരിക്കുന്നത്? ധീരനായ പൈലറ്റ് വിമാനത്തിൻ്റെ യാത്ര നിയന്ത്രിക്കുന്ന. Hark, what a whirring song comes from its throat. Purr, purr of the engine, its only note. ഹാർക്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. ശബ്ദങ്ങൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നൊക്കെ ഉദ്ദേശിക്കില്ലേ, അതാണ് ഇവിടെ ഹാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കേൾക്കൂ, ശ്രദ്ധിക്കൂ എന്നുള്ള മീനിങ് ഒക്കെ വരും. ഹാർക്ക്, വാട്ട് എ whirring സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. കംസ് ഫ്രം എന്തൊരു മൂളലാണ് അതിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്നത്. പെർ പെർ ഓഫ് ദ എൻജിൻ, ഇറ്റ്സ് ഓൺലി നോട്ട്. എൻജിൻ്റെ ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ് ഒരു നോട്ടായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വരി പറഞ്ഞേക്കുന്നത്? ഹാർക്ക്, ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ കേൾക്കൂ. വാട്ട് എ whirring സോങ് കംസ് ഫ്രം ഇറ്റ്സ് ത്രോട്ട്. പെർ പെർ ഓഫ് ദ എൻജിൻ, ഇറ്റ്സ് ഓൺലി നോട്ട്. അതിൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്നത് എന്താണ്? ഒരു മൂളൽ മാത്രമാണ്. പെർ പെർ എന്നുള്ളത് അതിൻ്റെ ഒരേ ഒരു സ്വരം മാത്രമാണ്. Now high and higher yet upward it goes, till but a tiny speck gains heaven it shows. സ്പെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ചെറിയ പൊട്ട് അല്ലെങ്കിൽ ചെറിയ തരി പോലെ കാണപ്പെടുന്നു എന്ന്. നൗ ഹൈ ആൻഡ് ഹയർ യെറ്റ് അപ്വേർഡ് ഇറ്റ് ഗോസ്. ഇപ്പോൾ എന്താണ്, ഉയരും. ഇപ്പോൾ ഉയരും, അതിനേക്കാൾ മുകളിൽ ഉയരും. ടിൽ ബട്ട് എ ടൈനി സ്പെക്ക്, പക്ഷേ ഇപ്പോഴും എന്താണ്,
ഒരു ചെറിയ തരി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ട് പോലെ. ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ്, അത് സ്വർഗം കാണിക്കും. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? ഇപ്പോൾ ഉയർന്നുയർന്ന് അത് മുകളിലേക്ക് പോകും, ഒരു ചെറിയ പൊട്ടാകുന്നവരെ. അതെന്താണ്? ഒരു സ്വർഗം കാണിക്കും. ഉയർന്നു പോകുമ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലുതാണെങ്കിലും പൊക്കത്തോട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ അതൊരു ചെറിയ പൊട്ട് പോലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എയറോപ്ലെയിൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ, ഓ ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ ബിഗ് ആസ് ബിഫോർ ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ ടു എർത്ത് വൺസ് മോർ. ഓ ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ, അത് വീണ്ടും. ബിഗ് ആസ് ബിഫോർ, മുൻപത്തെ പോലെ തന്നെ വലുതായി. ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ ടു എർത്ത് വൺസ് മോർ, ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് തെന്നി നീങ്ങുന്നു. ഇതാ വീണ്ടും മുമ്പത്തെ പോലെ വലുതായി ഭൂമിയിലേക്ക് തെന്നി നീങ്ങുന്നു. ഇതാണ് ഈ ലൈൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഓ ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ, ഓ ഇതാ വീണ്ടും മുമ്പത്തെ പോലെ തന്നെ വലുതായി, ഒരിക്കൽ കൂടി ഭംഗിയായി ഭൂമിയിലേക്ക് തെന്നി നീങ്ങുന്നു. അതാണ് ഈ വരിയുടെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഇതിൻ്റെ ഓതർ ആരാണ്? ജെന്നി കിർബി. ജെന്നി കിർബി ഈസ് ആൻ അമേരിക്കൻ പോറ്റ്. ഷീ ഹാസ് റിട്ടൺ പോംസ് അബൌട്ട് നേച്ചർ ആൻഡ് ദ വേൾഡ് ഓഫ് ചിൽഡ്രൻ. ഹർ ഫേമസ് പോംസ് ഇൻക്ലൂഡ്സ് ഐ വണ്ടർ, ദ പിജിയൻ സ്റ്റോറി ആൻഡ് ടിമിഡ് ബണ്ണീസ്. അപ്പോൾ എന്താണ്? ജെന്നി കിർബി ഒരു അമേരിക്കൻ പോയറ്റാണ്. ഷീ ഹാസ് റിട്ടൺ പോംസ് അബൌട്ട് നേച്ചർ ആൻഡ് ദ വേൾഡ് ഓഫ് ചിൽഡ്രൻ. പ്രകൃതിനെക്കുറിച്ചും ചിൽഡ്രൻ്റെ ലോകത്തെക്കുറിച്ചൊക്കെയാണ് അവൾ എഴുതാറ്. ഹർ ഫേമസ് പോയംസ് ഇൻക്ലൂഡ് ഐ വണ്ടർ, ദ പിജിയൻ സ്റ്റോറി ആൻഡ് ടിമിഡ് ബണ്ണീസ്. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ എയറോപ്ലെയിൻ ഇൻ ദ പോം കമ്പയർഡ് ടു? എന്തിനാണ് എയറോപ്ലെയിൻ കമ്പയർ ചെയ്യണത് ഈ ഇതിൽ? The aeroplane is compared to a giant lark. Why is the pilot described as brave? എന്താണ് പൈലറ്റ് ഡിസ്ക്രൈബ് ചെയ്യണ ബ്രേവ് ആണെന്ന്? എന്തിനാണ്? Why is the pilot described as brave? എന്താണ് പൈലറ്റിനെ ബ്രേവ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കണം? എന്താണ് കാരണം? എന്താണ്? പൈലറ്റ് എന്ന് പറയുന്നത് എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിൽ എയറോപ്ലെയിൻ മാനേജ് ചെയ്യണമല്ലേ. ഇപ്പം ഇനി കാറ്റാണോ മഴയാണോ എന്താണ് വരാൻ പോണെന്നൊന്നും അറിയില്ല, എന്നാലും ബുദ്ധിപരമായി എയറോപ്ലെയിൻ എന്താണ് മാനേജ് ചെയ്താലേ അതിൻ്റെ ഉള്ള പാസഞ്ചേഴ്സും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തേക്കണ നമ്മുടെ ഈ എയറോപ്ലെയിനിൽ ആരെയാണ്? പൈലറ്റിനെയാണ്. സോ ബ്രേവ് എന്ന് പറയാൻ കാരണം എന്താണ്? Pilot described as brave because flying a plane is risky and needs courage to guide the flight in danger. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ ദ എയറോപ്ലെയിൻ ഗോസ് ഹയർ ആൻഡ് ഹയർ? എന്താണ് സംഭവിക്കുന്നത്? ഉയരത്തിൽ പോകുമ്പോൾ എന്താണ് എയറോപ്ലെയിൻ സംഭവിക്കുന്നത്? വെൻ ദ എയറോപ്ലെയിൻ ഗോസ് ഹയർ ആൻഡ് ഹയർ ഇറ്റ് ലുക്സ് ലൈക്ക് എ ടൈനി സ്പെക്ക് ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ടു ഹെവൻ. ക്വസ്റ്റ്യൻ ആൻസർക്ക് ഈസിയാണ്. നമ്മുടെ പോമിലുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ എയറോപ്ലെയിൻ കം ബാക്ക് ടു ദി ഗ്രൗണ്ട്? എങ്ങനെയാണ് ഗ്രൗണ്ടിലോട്ട് എയറോപ്ലെയിൻ തിരിച്ചു വരുന്നത്? ദ എയറോപ്ലെയിൻ ഗ്രേസ്ഫുള്ളി ഗ്ലൈഡ് ഡൗൺ ടു ദി ഗ്രൗണ്ട്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫൈൻഡ് ദ ലൈൻസ് ദാറ്റ് ടെൽസ് us about how the aeroplane move. എയറോപ്ലെയിൻ മൂവ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ള ലൈൻ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക്. സോറിങ് ഓൺ ഹൈ, ഇതേപോലത്തെ മൂവ് ചെയ്യണ ലൈൻസ് ഏതൊക്കെയാണ്? അതിൽ നിന്ന് നമുക്കൊന്ന് പിക്ക് ചെയ്ത് എഴുതാം. അതേപോലെ തന്നെ ഹയർ ആൻഡ് ഹയർ എറ്റ് അപ്വേർഡ് ഇറ്റ് ഗോസ്, ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ് ആൻഡ് ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഡൗൺ. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. Read the following stanza. Look at the aeroplane up in the sky. Seems like a giant lark soaring on high. Here is the aeroplane is compared to a lark. അപ്പോൾ എന്താണ് ഈ വരികളിൽ എന്താണ് ലാർക്കിനായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എയറോപ്ലെയിൻ. What other features of a bird can you see in the aeroplane in the poem? Write them down. എന്താണ് ബേർഡിനായിട്ട് സിമിലർ ചെയ്യുന്ന ഏതൊക്കെ ഫീച്ചേഴ്സാണ് എയറോപ്ലെയിൻ എന്നുള്ള പോമിൽ കാണുന്നത്? ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം.
Like a bird's wings, the aeroplane has large outspread wings that help it glide through the sky. അതെന്താണ് ആ ബേർഡ്സിൻ്റെ വിങ്സ് പോലെ എയറോപ്ലെയിൻ എന്താണ് ലാർജ് വിങ്സ് ഉണ്ട് അല്ലേ? എന്തിനാണ്? സ്കൈയിൽ കൂടി പറക്കാനായിട്ട്. ആസ് എ ബേർഡ് ഫ്ലൈ സ്മൂത്ത്ലി ആൻഡ് എലിഗൻ്റ്ലി ദ എയറോപ്ലെയിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഇൻ ദ എയർ. ബേർഡ് സ്മൂത്ത്ലി എന്താണ് പക്ഷി നല്ല സ്മൂത്തായിട്ട് സ്കൈ കൂടി പറക്കില്ല. അതേപോലെ എന്താണ് എയറോപ്ലെയിൻ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്താണ് ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിങ് ഇൻ ദ എയർ. എയറിൽ കൂടി വായു കൂടി തെന്നി നീങ്ങുന്നു. ജസ്റ്റ് ലൈക്ക് ബേർഡ്സ് ഹാവ് ഷാർപ്പ് വിഷൻ ടു ഗൈഡ് ദെയർ ഫ്ലൈറ്റ്, ദ പൈലറ്റ് ഗൈഡ് ദ എയറോപ്ലെയിൻസ് പാത്ത്. ബേർഡ്സിന് നല്ല ഷാർപ്പ് ഐ ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർ എന്താണ് നല്ല കാഴ്ച ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റിനെ ഗൈഡ് ചെയ്യാനായിട്ട് ബ്രേവായിട്ടുള്ളൊരു പൈലറ്റും ഉണ്ട്. ദ എയറോപ്ലെയിൻ ഈസ് കമ്പയർഡ് ടു എ ടൈനി സ്പെക്ക് വിച്ച് ഗീവ്സ് ദ സെൻസ് ഓഫ് ഇറ്റ് ബീയിങ് ലൈറ്റ് ആൻഡ് ഫ്രീ ഫ്ലോട്ടിംഗ് ലൈക്ക് എ ബേർഡ് ഫാർ എബവ്. The poem gives a vivid description of an aeroplane. Use the following hints to write about the aeroplane in your own words. Hints എന്തൊക്കെയാണ്? looking like a giant lark, the pilot guiding the plane, purr of the engine, flying very high, gliding down to earth. The aeroplanes look like a giant lark. The aeroplane looks like a giant lark flying high up in the sky. It soars gracefully with its wings spread wide just like a bird. The brave pilot carefully guides it through the clouds. The purr sound of the engine hums softly as the plane travels far and high. After its smooth journey in the air, it glides down slowly. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്ത് പറന്നുയർന്ന് പറക്കുന്ന ഒരു ഭീമൻ ലാർക്കിനെ പോലെ വിമാനം തോന്നുന്നുണ്ട്. പിന്നെന്താണ്? ഒരു പക്ഷിയെ പോലെ ചിറകുകൾ വിടർത്തി മനോഹരമായി പറന്നുയരുന്നു. പിന്നെന്താണ്? അതിൻ്റെ ഉള്ളിൽ പൈലറ്റ് അതിനെ മേഘങ്ങൾക്കിടയിലൂടെ നല്ല കെയർഫുള്ളായിട്ട് നയിക്കണം. വിമാനം വളരെ ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ്? ഒരു പുറപ്പുറ സൗണ്ട് മുഴങ്ങുന്നു. പിന്നെ എയറിലൂടെയുള്ള നല്ല സുഖമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം അത് പതുക്കെ ഭൂമിയിലേക്ക് എത്തുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.